ഇതാണ് നമ്മുടെ വീടിൻ്റെ ബീഫ് കറി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗായ്സ്, ഇപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലത്തെ വീട്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. കുറേ ദിവസമായിട്ട് വീഡിയോ എടുക്കണമെന്ന് ഇങ്ങനെ വിചാരിക്കുമായിരുന്നു. പക്ഷേ ഒരു മൂഡ് വന്നില്ല. സോ അപ്പോൾ ഇന്ന് വിചാരിച്ചു, ഇന്ന് മൂഡ് വന്നു ഗൈസ്. അപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. രാവിലെ ഇലയപ്പമായിരുന്നു. അപ്പം ഒരെണ്ണം കൊണ്ട് ഇരിപ്പുണ്ട്. ഞങ്ങളെല്ലാവരും കഴിച്ചു. ഫസ്റ്റ് നമുക്ക് ലുട്ടാപ്പിന്ന് തുടങ്ങാം. ലുട്ടാപ്പി എന്ന് വെച്ചാൽ ചിലർക്കൊക്കെ എന്താ പറയുക അറിയത്തില്ല. ലുട്ടാപ്പി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു പട്ടി ഉണ്ട്. അപ്പോൾ അവൻ്റെ പേരാണ് ലുട്ടാപ്പി. ഇതാണ്ടേ, ഇവനാണ് ലുട്ടാപ്പി. കണ്ടോ, ഇന്ന് ഇങ്ങനെ കെട്ടി അങ്ങ് ഇട്ടു. കാരണം കുഞ്ഞു പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കുമായിരുന്നു. അപ്പോൾ അവനെ കുറച്ച് നേരം ഇവിടെ ഒന്ന് കെട്ടിയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾക്ക് സ്വാതന്ത്ര്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാം. 4 കരിക്ക് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഭയങ്കര മഴയായിരുന്നു. രാത്രിയിലും വെളുപ്പിനെയൊക്കെ ഭയങ്കര മഴയായിരുന്നു. അപ്പം നമുക്കിവിടെ തെങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ തെങ്ങിന്നാണ് ഇതിലെ തേങ്ങയ്ക്ക് പകരം കരിക്ക് വീണ് 4 കരിക്ക് വീണിട്ടുണ്ട്. ഇനി ഇത് വെട്ടി നമുക്ക് കുടിക്കണം, കഴിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കരിക്ക്. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഇന്നലെ വൈകിട്ട് നല്ലതായിട്ട് തൂത്തതായിരുന്നു. പിന്നെ ഇന്നലെ ഭയങ്കര മഴയല്ലായിരുന്നു. അതുകൊണ്ട് ഫുള്ള് കരിയില കയറി. തേക്കിൻ്റെ ഇലയാണ് കൂടുതലും. ഇവിടെ ഉണ്ട് ചോറിനുള്ള അരി വേവാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇലയപ്പമായിരുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഒരെണ്ണം അവശേഷിച്ചിട്ടുണ്ട്. അതിന് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കഴിക്കാം. ഇവിടെ ഇരിക്കട്ടെ. പിന്നെ സിമിക്ക് ഉച്ചയ്ക്ക് ചപ്പാത്തിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനുള്ള ആട്ടയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ബീഫ് കറി, ക്യാബേജ് തോരൻ, ചോറ്, മോര്, ചൂടക്കറി, മാങ്ങാച്ചാറുണ്ട്. അമ്മയാണെങ്കിൽ കുഞ്ഞുവാവയ്ക്ക് ചോറ് വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സിമിക്ക് ഞങ്ങൾ കൊടുത്തു. അവൾക്ക് കറക്റ്റ് ടൈമിന് ഫുഡൊക്കെ കൊടുക്കണം. അവൾ ചപ്പാത്തിയാണ് കഴിക്കുന്നത്. അപ്പോൾ അവൾക്ക് കൊടുത്തു. ഇപ്പം അമ്മ കുഞ്ഞുവിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പിന്നെ ഇങ്ങനെ കൊടുക്കുന്ന ആ ഒരു ജോലിയൊന്നും ഇല്ല. അമ്മ അങ്ങ് ഏറ്റെടുത്തു, അമ്മ അങ്ങ് ചെയ്തോളും എല്ലാ കാര്യങ്ങളുടെ. അതിന് നമുക്ക് അതോർത്ത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പുറത്തോട്ടിറങ്ങുമ്പോൾ ഭയങ്കര കാറ്റ്. വൈകിട്ട് മഴ പെയ്യുമോയെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇന്ന് വൈകിട്ട് ഞാനും കുഞ്ഞും കൂടി വീട്ടിൽ പോകുന്നുണ്ട്. ശനിയാഴ്ച കൊണ്ടാക്കും. ഒരു ദിവസം ഒന്ന് വീട്ടിൽ പോയി നിൽക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളിതുവരെയും കഴിച്ചിട്ടില്ല. പപ്പ പുറത്തോട്ട് പോയി. അപ്പോൾ പപ്പ വന്നതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കുന്നതായിരിക്കും. ഇന്നത്തെ നമ്മുടെ ഉച്ചക്കലത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബീഫ് കറി, മോര്, ക്യാബേജ് തോരൻ, പിന്നെ തേങ്ങ അരച്ച മീൻകറി, മാങ്ങാച്ചാർ, നല്ല ചൂട് ചോറ്. എല്ലാം നല്ല ചൂടാണ്. അപ്പം നമ്മളിനി കഴിക്കാൻ വേണ്ടി പോവാട്ടോ. കുറച്ച് നേരം പുറത്ത് പോയിക്കാന്ന് വിചാരിച്ചാട്ടോ. ഇനി നമ്മുടെ വിറകുപുര കാണിച്ചു തരാം. അപ്പം വിറകൊക്കെ നമ്മൾ കടയിൽ നിന്നാണ് മേടിക്കുന്നത്. അപ്പം തീരുന്നതിനനുസരിച്ച് പപ്പ പോയി മേടിച്ചുകൊണ്ട് വരും. വെളിയിൽ നിൽക്കുമ്പോൾ ഉള്ളൊരു സീനെന്ന് പറയുന്നത്. ഇനി അകത്തോട്ട് കയറി കാണിക്കാവേ. കണ്ടോ, സൈഡിൽ കുറച്ച് ആപ്പ സാധനങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഒത്തിരി സ്ഥലവും ഉണ്ട്. പിന്നെ ഇവിടെ തൂമ്പ അങ്ങനെയുള്ള സാമഗ്രികളുണ്ട്. അവനും കയറി വന്നു. നമ്മൾ എവിടെ പോയാലും അവൻ വരുവേ. കണ്ടോ, വിറക്, ഓസ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. വാടാ ലുട്ടാപ്പി, ബാ 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 വാടാ ബാ ബാ. ഞാൻ പോകുന്നു പോട്ടെ. അവനെ ഇറക്കിയിട്ട് വേണം ഇത് പൂട്ടാനല്ല. അവൻ ഇറങ്ങത്തില്ല കേട്ടോ. അവൻ ഇറങ്ങി. ഓക്കെ, പൂട്ടിയേട്ടാ. വേണ്ട, ഞാൻ വീഡിയോ എടുത്തപ്പം ലുട്ടാപ്പി ഓടി വന്നു. ലുട്ടാപ്പി ഇവിടെയൊക്കെ ജമന്തിയൊക്കെ ഇതേപോലെ വരിയായിട്ട് നട്ടു വെച്ചിട്ടുണ്ട്. കിളിച്ചൊക്കെ വലുതാകുമ്പോൾ പൂവൊക്കെ വെച്ചിങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമായിരിക്കും. ഒക്കെ തെങ്ങൊക്കെയാണ്. പ്ലാവ്. പിന്നെ ഇത് മഞ്ഞളാട്ടോ. മഞ്ഞൾ അത് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ മുമ്പൊക്കെ കുഴിച്ചിടുമ്പോൾ ലുട്ടാപ്പി ഫുള്ള് ഇതേപോലെ നമ്മൾ കുഴിച്ചിടും, പറിച്ചുകൊണ്ട് അവൻ്റെ പാട്ടിന് നോക്കിപ്പോൾ. പിന്നെ അവൻ കൊണ്ടിട്ട സ്ഥലത്തുനിന്ന് വേണം നമ്മൾ എടുത്തുകൊണ്ട് വരാൻ. ഇത് നെല്ലി. പിന്നെ കറിവേപ്പിലയുണ്ട്. പിന്നെ
ഇത് കയ്യൂനിയാണ്. ഇവിടെ എല്ലാം ചെത്തി വൃത്തിയാക്കിയതായിരുന്നു. ഇപ്പം മഴയായതുകൊണ്ട് പിന്നെ പോച്ചയൊക്കെ പെട്ടെന്ന് കിളിച്ച് വരാൻ തുടങ്ങി. ഇത് റംബൂട്ടാൻ, പിന്നെ ഇരുമ്പിപ്പുളി എല്ലാം ഉണ്ടാട്ടോ. അതുകൊണ്ടൊരു ചെറിയൊരു കൊല കണ്ടോ നിങ്ങൾ? ഓക്കെ, അത് ഹോമിയോയാട്ടോ. നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഹോമിയോ ഉണ്ട്. പിന്നെ ബാക്കിലോട്ടൊക്കെ വീടൊക്കെ ഉണ്ട് കണ്ടോ. നല്ല കാറ്റാണ്. ഇപ്പുറത്തും പറമ്പുണ്ട് കേട്ടോ. ഇവിടെ വീടൊന്നുമില്ല. ഫുള്ള് ക്ലീനൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ ഇപ്പം ഫുള്ളൊരു മഴയൊക്കെ പെയ്തതിന് ശേഷം ഫുള്ള് കാട് കയറി കണ്ട. ഇവിടെ മൊത്തം കാടാണ്. മുമ്പ് ഇവിടെ മതിലൊന്നും ഇല്ലായിരുന്നു, ഓപ്പണായിട്ട് കിടക്കുമായിരുന്നു. പിന്നെ ഇവിടെ വന്ന് സെറ്റിലായതിന് ശേഷമാണ് നമ്മൾ മതിലൊക്കെ പണിത് സെറ്റാക്കിയത് കണ്ട. ഫ്രണ്ടിലുണ്ടായിരുന്നു, ഈ സൈഡിലൊന്നും ഇല്ലായിരുന്നു. അപ്പുറത്തെ സൈഡിൽ മുള്ളുവേലി കെട്ടിയേക്കുകയാണ്. ഇവിടെയൊക്കെ അമ്മയുടെ പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ചെടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇല്ലമ്മ, എല്ലാം പോയില്ലമ്മ. വൈകുന്നേരം 3 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ തേയിലവെള്ളം ആക്കി. പിന്നെ രാവിലത്തെ ഇലയപ്പം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിങ്ങനെ സിനിമ കണ്ടിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം ഗൈസ്, നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. പക്ഷേ വിനയചാച്ചനാണ് കൊണ്ടാക്കണേ.